ഈ പ്ലോട്ട് ശരിക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ലീനിയർ പ്ലോട്ടാണ്. നമ്മൾ ശരിക്കും വീട്ടിലോട്ട് എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് ഫുള്ള് ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇത് റോഡിൽ നിന്ന് കുറച്ച് എലിവേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന പ്ലോട്ടാണ്. നമ്മൾ സ്ലോപ്പ്ഡ് കണ്ടംപററി പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് റൂഫിന് 2-3 ലെവലും കൂടെ കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു എക്സ്ട്രാ അട്രാക്ഷൻ കിട്ടും. അത് ഈ ടോട്ടൽ ഈ വീടിൻ്റെ എലിവേഷൻ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അകത്തോട്ട് ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഇതുപോലെ അവർക്കൊരു ഗോൾഡ് കളേഴ്സിനോടൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിന് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി കോമൺ ഏരിയാസിൽ. ഈ ലിവിങ് റൂം നോക്കുമ്പോൾ അവിടെ നമ്മളൊരു ഗ്രീൻ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നാച്ചുറൽ സൺലൈറ്റ് ഉണ്ട്. അങ്ങനെ ത്രൂ ഔട്ട് കോമൺ ഏരിയാസ് കംപ്ലീറ്റ് നമ്മളൊരു ഗ്രീനറി എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡേ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്ക് അകത്ത് മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. കാരണം ലാൻഡ്സ്കേപ്പിന് എല്ലാ ഭാഗത്തും എസ്പെഷ്യലി കോമൺ ഏരിയയിൽ ഫാമിലി ലിവിങ്, അല്ലെങ്കിൽ നമ്മൾ ഡൈനിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എല്ലാം ലാൻഡ്സ്കേപ്പ് വ്യൂ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ചലഞ്ച് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വലിയ ഡൈനിങ് ടേബിൾ, ലൈക്ക് ഒരു 3.5 മീറ്റർ ലെങ്ത്തുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ആ ഡൈനിങ് ടേബിൾ നമ്മളൊരു സിംഗിൾ സ്ലാബിൽ നാച്ചുറൽ സ്റ്റോണിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തത്, അപ്പോൾ അത്രയും വലിയൊരു സ്റ്റോണ് അത് ബ്രേക്ക് ആവാതെ കൊണ്ടുവന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. അതുപോലെ ബെഡ്റൂംസിലൊക്കെ നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് തീരെയില്ല, എല്ലാ വാളുകളും നമ്മൾ ഡാർക്ക് കളേഴ്സ് കൊടുത്തിട്ട് അത് നമ്മൾ ലൈറ്റിങ്ങിലൂടെ അതിൻ്റെ ഓരോ ഫോക്കൽ പോയിൻറ്റും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ വീടിൻ്റെ മേജർ കോമൺ ഏരിയ അല്ലെങ്കിൽ മേജർ ബെഡ്റൂംസിനൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പിൻ്റെ വ്യൂ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു CNC ഡിസൈനാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അത് പക്ഷേ ഒരു ജോയിൻ്റ് പോലും കാണാത്ത രീതിയിലാണ് അതിൻ്റെ കർവ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് അത്രയും ഒരു ബെസ്റ്റ് വർക്ക്മാൻഷിപ്പ് കൊടുത്തിട്ടാണ് ആ സംഭവം ചെയ്തിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിലും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് മാച്ച് ചെയ്ത സിംഗിൾ ചെയർസ്, കൗച്ചസ് എല്ലാം നമ്മൾ ഡിസൈനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കളർ മാച്ചിങ് നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്.
എനിക്ക് പൊതുവേ കുറച്ച് ഡാർക്ക് കളേഴ്സിനോടാണ് പൊതുവേ താല്പര്യം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റൂം എനിക്കൊരു ഡാർക്ക് കളേഴ്സിൻ്റെ ആയിട്ടുള്ള റൂമാണ് വേണ്ടതെന്ന്. എനിക്ക് ബാൽക്കണിനോടൊന്നും വലിയൊരു ഇതില്ലായിരുന്നു. അപ്പം ആണ് ഒരു ബേവിൻ്റെ ഒരു ഇതുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിന്നെ. അപ്പോൾ അതും കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റൂം കംപ്ലീറ്റ്ലി ഒരു ഗ്രേ ഡാർക്ക് തീമാണ്. എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ടൊരു കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ ബർഗണ്ടി കളറും ആയിട്ട് അവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ആ ബേ വിൻഡോ ആണ്. ഇപ്പോൾ ഭയങ്കര രസമാണ് അവിടെ കുത്തിരിക്കാൻ. ആൻഡ് ഓവറോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ കോൺസെപ്റ്റ് നമുക്ക് എന്താണ് റെൻഡറിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ്. നമ്മൾ വി ആർ 100% സാറ്റിസ്ഫൈഡ് വാട്ട് ദേ ഗേവ് us. ഇപ്പോൾ ഒരു ഡിസൈനർ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ കൊടുത്ത സാധനം അതുപോലെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കുക. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്ത സാധനം തന്നെ അവർ റിയലായി കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അത് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം.